നമസ്കാരം. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ശരത് പൂർണിമ, രാസ് പൂർണിമ അല്ലെങ്കിൽ കുമാർ പൂർണിമ എന്നൊക്കെ അറിയപ്പെടുന്ന കോജാഗിരി പൂർണിമ എന്ന വളരെ സവിശേഷമായ ഒരു ഇന്ത്യൻ ഉത്സവത്തെക്കുറിച്ചാണ്. പൗർണമി നാളിൽ ആളുകൾ രാത്രി മുഴുവൻ ഉണർന്നിരുന്ന് പാൽ കുടിക്കുകയും ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അശ്വിന മാസത്തിലെ, അതായത് നമ്മുടെ കന്നി തുല മാസങ്ങളിലെ പൂർണ്ണചന്ദ്രരാത്രിയിൽ വരുന്ന ഈ ഉത്സവത്തിന് ആഴത്തിലുള്ള ആത്മീയവും സാംസ്കാരികവുമായ അർത്ഥമുണ്ട്. അതിൻ്റെ കഥകളിലേക്കും ആചാരങ്ങളിലേക്കും പ്രാധാന്യത്തിലേക്കും നമുക്ക് ഒരുമിച്ച് ഒരു യാത്ര പോകാം. ആരാണ് ഉണർന്നിരിക്കുന്നത് എന്നർത്ഥം വരുന്ന കോ, ജാഗൃതി എന്നീ വാക്യങ്ങളിൽ നിന്നാണ് കോജാഗിരി എന്ന വാക്ക് ഉണ്ടായത്. ഈ രാത്രിയിൽ ലക്ഷ്മി ദേവി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഈ ചോദ്യം ചോദിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഉണർന്നിരിക്കുന്നവർക്ക് ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നു. ശരത് പൂർണിമ, കുമാർ പൂർണിമ, രാസ് പൂർണിമ, ശരത് പൂനം, നവന്ന പൂർണിമ, കോജാഗ്രത് പൂർണിമ, കൗമുദി പൂർണിമ, കോജാഗിരി പൂർണിമ, അശ്വിൻ പൂർണിമ എന്നിങ്ങനെ വിവിധ പേരുകളിൽ ഈ ഉത്സവം ആഘോഷിക്കപ്പെടുന്നു. ഇതിൻ്റെ ആഘോഷത്തിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട്. ഒന്നാമതായി, ഇത് മൺസൂണിൻ്റെ അവസാനത്തെയും വിളവെടുപ്പ് കാലത്തെയും പ്രതിനിധീകരിക്കുന്നു. കർഷകർ പരമ്പരാഗതമായി സുലഭതയ്ക്കും സമൃദ്ധിക്കും വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. രണ്ടാമതായി, ഇത് സമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ദേവിയുടെ ജന്മദിനമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ രാത്രിയിൽ ദേവി ഭൂമിയിൽ ചുറ്റി നടന്ന് തൻ്റെ ഭക്തിയിൽ ഉണർന്നിരിക്കുന്നവരെ അനുഗ്രഹിക്കുന്നു. ഏതൊരു ഇന്ത്യൻ ഉത്സവത്തെയും പോലെ കോജാഗിരി പൂർണിമയും കഥകളാൽ സമ്പന്നമാണ്. മഗധയിൽ ഒരു ദരിദ്ര ബ്രാഹ്മണൻ വഴക്കാളിയായ ഭാര്യയോടൊപ്പം താമസിച്ചു വന്നു. അവളുടെ അത്യാഗ്രഹത്തിൽ മടുത്ത അയാൾ വീട് വിട്ട് കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞു. അവിടെ വെച്ച് ചില ദേവീദേവന്മാർ അദ്ദേഹത്തെ കോജാഗിരി വ്രതം അനുഷ്ഠിക്കാൻ ഉപദേശിച്ചു. അദ്ദേഹം ആത്മാർത്ഥമായി വ്രതം അനുഷ്ഠിച്ചു. താമസിയാതെ ലക്ഷ്മി ദേവി അദ്ദേഹത്തിന് സമ്പത്തും സമൃദ്ധിയും നൽകി അനുഗ്രഹിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും തൻ്റെ വഴക്കാളി സ്വഭാവം മാറ്റിയെന്നും അവർ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ചുവെന്നും വിശ്വസിക്കുന്നു. ബംഗാളിൽ നീതിമാനായ ഒരു രാജാവ് ഒരിക്കൽ കരകൗശല തൊഴിലാളികൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കുന്നതിനായി അലക്ഷ്മി ദേവിയുടെ ഒരു വിഗ്രഹം വാങ്ങി. ഹിന്ദു പുരാണത്തിലെ ഇരട്ട സഹോദരിമാരാണ് ലക്ഷ്മിയും അലക്ഷ്മിയും. അവർ യഥാക്രമം സമൃദ്ധിയെയും നിർഭാഗ്യത്തെയും പ്രതിനിധീകരിക്കുന്നു. ലക്ഷ്മി സമ്പത്ത്, ഭാഗ്യം, ഐശ്വര്യം എന്നിവയെ പ്രതിനിധീകരിക്കുമ്പോൾ അലക്ഷ്മി അതിൻ്റെ വിപരീതമായ ദാരിദ്ര്യം, കലഹം, നിഷേധാത്മകത എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. പാൽക്കടൽ കടയുന്നതിനിടയിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് ഉയർന്നു വന്നു എന്നാണ് ഐതിഹ്യം. ലക്ഷ്മി പോസിറ്റീവ് ശക്തികളെയും അലക്ഷ്മി ജീവിതത്തിൻ്റെ നെഗറ്റീവ് വശങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. ഇതൊരു പ്രപഞ്ച സന്തുലിതാവസ്ഥയെ സൂചിപ്പിക്കുന്നു. പക്ഷേ ലക്ഷ്മിക്കും അലക്ഷ്മിക്കും ഒരുമിച്ച് നിൽക്കാൻ കഴിയില്ല. താമസിയാതെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധി നഷ്ടപ്പെട്ടു. രാജഗുരുവിൻ്റെ ഉപദേശപ്രകാരം രാജ്ഞി തികഞ്ഞ ഭക്തിയോടെ കോജാഗിരി വ്രതം ആചരിച്ചു. ലക്ഷ്മി ദേവി തിരിച്ചു വരികയും അലക്ഷ്മി അപ്രത്യക്ഷയാകുകയും രാജ്യത്ത് സമൃദ്ധി പുനഃസ്ഥാപിക്കുകയും ചെയ്തു അത്രേ. ഇനി ഒരു ഗ്രാമത്തിൽ 2 സഹോദരിമാർ കോജാഗിരി വ്രതം അനുഷ്ഠിച്ചു. മൂത്തയാൾ ആത്മാർത്ഥതയുള്ളവളായിരുന്നു, എന്നാൽ ഇളയവൾ അശ്രദ്ധയായിരുന്നു. പക്ഷേ ഇളയ സഹോദരിയുടെ കുട്ടികൾ അധിക സമയം ജീവിച്ചില്ല. അതേസമയം മൂത്ത സഹോദരിക്ക് ആരോഗ്യമുള്ള നിരവധി കുട്ടികളുണ്ടായി. ഒരു ദിവസം വിശ്വാസത്തോടെ ഇളയ സഹോദരി മൂത്ത സഹോദരിയോട് തൻ്റെ മരിച്ചുപോയ കുട്ടിയെ പുനരുജ്ജീവിപ്പിക്കാൻ കരുണ ചെയ്യണമെന്ന് അപേക്ഷിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, മൂത്ത സഹോദരിയുടെ വസ്ത്രങ്ങൾ കുഞ്ഞിനെ തൊട്ടപ്പോൾ അത് ജീവൻ പ്രാപിച്ചു. കോജാഗിരി പൂർണിമ ചന്ദ്രൻ്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹങ്ങൾ കൊണ്ടു നടക്കുമെന്ന വിശ്വാസത്തെ ഈ കഥ ശക്തിപ്പെടുത്തുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. കോജാഗിരി പൂർണിമയുടെ ഏറ്റവും ആകർഷകമായ വശങ്ങളിലൊന്ന് നിലാവത്ത് വച്ച പാൽ കുടിക്കുക എന്നതാണ്. ശരത് പൂർണിമ ദിനത്തിൽ ചന്ദ്രൻ 16 കലകളാലും അഥവാ ദിവ്യഗുണങ്ങളാലും പ്രകാശിക്കുന്നതായി പറയപ്പെടുന്നു. ഈ ചന്ദ്രപ്രകാശം ഏൽക്കുന്ന പാൽ ഔഷധ ഗുണങ്ങൾ ആഗിരണം ചെയ്യുമെന്നും അസിഡിറ്റി നശിപ്പിക്കുമെന്നും മഴക്കാലത്തിന് ശേഷം ശരീരത്തിൻ്റെ ഊർജം സന്തുലിതമാക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ആയുർവേദവും ഇതിനെ സ്ഥിരീകരിക്കുന്നു. മഴയ്ക്ക് ശേഷം പിത്തദോഷം ഉയരുമ്പോൾ തണുത്ത ചന്ദ്രനാൽ ഉത്തേജിക്കപ്പെടുന്ന പാൽ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്നു. ആളുകൾ മധുരമുള്ള മസാലപ്പാൽ അല്ലെങ്കിൽ ഖീർ തയ്യാറാക്കി തുറന്ന ആകാശത്തിന് കീഴിൽ വയ്ക്കുകയും അർദ്ധരാത്രിയിലോ പിറ്റേന്ന് രാവിലെയോ അത് കഴിക്കുകയും ചെയ്യുന്നു.
കോജാഗിരി പൂർണിമയുടെ ആഘോഷങ്ങൾ സ്ഥലഭേദങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെടാം. ഗുജറാത്തിൽ ആളുകൾ രാത്രി മുഴുവൻ ഗർഭ നൃത്തം ചെയ്യുന്നു. ബംഗാളിലും ഒഡീഷയിലും ഭക്തർ മനോഹരമായ അൽപ്പാന മാതൃകകൾ കൊണ്ട് അലങ്കരിച്ച് ലക്ഷ്മി പൂജ നടത്തുന്നു. മഹാരാഷ്ട്രയിൽ കുടുംബങ്ങൾ നിലാവിന് കീഴിൽ മട്ടുപ്പാവിൽ ഒത്തുകൂടി പാൽ കുടിക്കുന്നു. ഉത്തരേന്ത്യയിൽ ഇത് രാസപൂർണിമയായി ഓർമ്മിക്കപ്പെടുന്നു. ഭഗവാൻ കൃഷ്ണൻ രാധയ്ക്കും ഗോപികമാർക്കുമൊപ്പം രാസലീല നൃത്തം ചെയ്തതും ശിവൻ പോലും ഗോപേശ്വര മഹാദേവനായി ചേർന്നതുമായ ദിവ്യരാത്രിയായി വിശ്വസിക്കപ്പെടുന്നു. ഇതേ ദിവസം രാമായണം രചിച്ച മഹർഷിയെ ആദരിച്ചുകൊണ്ട് ആളുകൾ വാൽമീകി ജയന്തിയും ആഘോഷിക്കുന്നു. വീട്ടിൽ കോജാഗിരി പൂർണിമ എങ്ങനെ ആഘോഷിക്കാം? വീട്ടിൽ കോജാഗിരി പൂർണിമ ആഘോഷിക്കുന്നത് ലളിതമാണെങ്കിലും ശക്തമാണ്. വീട് വൃത്തിയാക്കുക, രംഗോലിയും വിളക്കുകളും കൊണ്ട് അലങ്കരിക്കുക, പൂക്കൾ, നാണയങ്ങൾ, വെറ്റില, താമര എന്നിവ ഉപയോഗിച്ച് വൃത്തിയുള്ള ഒരു ബലിപീഠത്തിൽ ലക്ഷ്മി ദേവിയുടെ വിഗ്രഹമോ ചിത്രമോ സ്ഥാപിക്കുക. നെയ്വിളക്കുകൾ കത്തിക്കുക, ഓം ശ്രീ മഹാലക്ഷ്മി നമ പോലുള്ള മന്ത്രങ്ങൾ ജപിക്കുക, ഖീർ അല്ലെങ്കിൽ അരി സമർപ്പിക്കുക. ചന്ദ്രന്റെ ഊർജം ലഭിക്കുന്ന തരത്തിൽ ഖീർ തുറന്ന ആകാശത്തിന് കീഴിൽ വയ്ക്കുക, പ്രസാദമായി കഴിക്കുക. കുടുംബങ്ങൾ രാത്രി ഉണർന്ന് ഭജനകൾ പാടുകയോ കളികളിൽ ഏർപ്പെടുകയോ ശാന്തമായി ഭക്തിയോടെ ഇരിക്കുകയോ ചെയ്യുന്നു. കോജാഗിരി പൂർണിമയുടെ രാത്രി അമൃത് കൊണ്ട് നിറഞ്ഞതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. രോഗശാന്തിയുടെയും സമൃദ്ധിയുടെയും അമൃത്. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വീട്ടിലേക്ക് സമ്പത്തും ഐക്യവും ആരോഗ്യവും കൊണ്ടുവരുന്നു. ചന്ദ്രപ്രകാശം മാനസിക സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുകയും നിഷേധാത്മകത, അതായത് നെഗറ്റിവിറ്റി ഇല്ലാതാക്കുകയും കുടുംബ ഐക്യം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് എല്ലാ കോജാഗിരി പൂർണിമയിലും നമുക്ക് ഭക്തിയോടെ ഉണർന്നിരിക്കാം. രോഗശാന്തി നൽകുന്ന ചന്ദ്രപ്രകാശത്തിൽ കുളിക്കാം. ലക്ഷ്മി ദേവിയെ നമ്മുടെ വീടുകളിലേക്ക് സ്വാഗതം ചെയ്യാം. സുഹൃത്തുക്കളെ, കോജാഗിരി പൂർണിമ വെറുമൊരു ഉത്സവമല്ല. നാം ഭക്തിയോടെ ഉണർന്നിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് സമൃദ്ധി ഒഴുകിയെത്തുമെന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണിത്. നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹീതവും സമൃദ്ധവുമായ ഒരു കോജാഗിരി പൂർണിമ ആശംസിക്കുന്നു. 2025 കോജാഗിരി പൂർണിമ ഒക്ടോബർ 6 എല്ലാ വർഷവും സാധാരണയായി അത് സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ആണ് വരുന്നത്. 2026 ഒക്ടോബർ 26 തിങ്കളാഴ്ചയാണ് കോജാഗിരി പൂർണിമ ആഘോഷിക്കുന്നത്. കോജാഗിരി പൂർണിമ ഉത്സവത്തെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും അറിയുവാൻ കഴിഞ്ഞിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാധാരണയായി കേരളത്തിൽ ഇത് ആഘോഷിക്കാറില്ല. അതിനാൽ കേരളീയർക്ക് അത്തരമൊരു ഉത്സവത്തെക്കുറിച്ച് അറിയില്ലായിരിക്കാം. ഈ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം ദയവായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കോൺടാക്റ്റുകളുമായി യൂട്യൂബിൽ പങ്കുവയ്ക്കുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു രസകരമായ വീഡിയോയുമായി നമുക്ക് ഉടൻ തന്നെ വീണ്ടും കാണാം.